ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വട്ടവടയിലെ ഒരു ട്രക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ. ആ ട്രക്കിങ്ങിനിടയിലാണ് കേട്ടോ നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രോബെറി കാണാനായിട്ട് പോയത്. അതുപോലെ തന്നെ മറ്റൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ശരിക്കും കൗതുകം എന്ന് തന്നെ പറയാം. ഈ വെള്ളച്ചാട്ടം കാണുന്നതിലുപരി അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക്. ആ പ്രദേശം മൊത്തം ഒത്തിരി മുകളിലാണ് നമ്മൾ പോയി വെള്ളച്ചാട്ടം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ താഴെ നോക്കുമ്പം താഴത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുഞ്ഞായിട്ട് കാണാം. ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പം, വട്ടവട റിസോർട്ടിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ വീടുകളില്ല, എന്തെങ്കിലും ചെറിയ കൂനകളായിരിക്കുമെന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവിടെ എല്ലാം ജനവാസ മേഖലകളാണ്. ഞങ്ങളവിടെ നിന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം കാണാനായിട്ട്. നടന്ന് കുറേ പോകണം കേട്ടോ. ഈ കനാലിലൂടെ തന്നെ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം. നല്ല ശുദ്ധമായ വെള്ളം. ഇതിലും ഒത്തിരി മണ്ടയ്ക്കുന്നാണ് വരുന്നത്. നമുക്കവിടെ പോയി നിൽക്കാം. ആ വെള്ളത്തിൽ കാലൊക്കെ കഴുകാം. നല്ല തണുത്ത വെള്ളമാണ്. ശരിക്കും വട്ടവടയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി കാലാവസ്ഥ തന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ്. പിന്നെ മടുത്ത് വന്നപ്പോൾ ചേച്ചിയും അനിയത്തിയും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് രണ്ടുപേരും മടുത്ത് വിട്ടു അത്രയും ദൂരം നടന്നപ്പം. പിന്നെ ഒരു നീലപ്പന്മാനെ കണ്ടു. അങ്ങനെ കൂടെ വന്നവർ എല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കാനായിട്ട് കുറേ പേര് നിന്നു. ടീം എല്ലാവരും കൂടെ ഞങ്ങളും എടുത്തു വെള്ളച്ചാട്ടത്തിലൊരു സെൽഫി. ഇതൊക്കെ വലിയൊരു രസം. ഒരു യോയും പറഞ്ഞു. ഞങ്ങൾ 1-2 ഫോട്ടോസ് എടുത്തു. ചേച്ചിയും ചേട്ടായിയും അവരുടെ കൂട്ടുകാരും ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഒരു മക്കളെല്ലാം കൂടെ നിന്നൊരു ഫോട്ടോയും എല്ലാം എടുത്തു. അങ്ങനെ ആ യാത്രയിൽ, വട്ടവടയിലെ ട്രക്കിംഗ് യാത്രയിലെ മറ്റൊരു അനുഭവമാണിത്. ഇത് കഴിയുമ്പോൾ നമ്മൾ താഴെ ഹണി മ്യൂസിയം ഉണ്ട്. ആ ഹണി മ്യൂസിയത്തിന് മുമ്പിൽ വലിയൊരു തേനീച്ചേനെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ സെൽഫി പോയിൻ്റ് ഉണ്ട്. ഐ ലവ് വട്ടവട എന്ന് പറഞ്ഞ സെൽഫി പോയിൻ്റ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആ ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. ഞങ്ങൾ ഇവിടെ കയറാൻ പറ്റില്ല. ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, മല കിട്ടുന്ന ഒരെണ്ണം. അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഏതായാലും ഇതും എല്ലാം തന്നെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പോകാത്തവർ ഈ മൂന്നാർ വട്ടവട മേഖലകളിലൊന്ന് പോയി കാണണം. നമ്മുടെ ഈ പ്രദേശത്തെക്കാളും വലിയ മലകളാണ് അവിടെ ഉള്ളത്. എന്തായാലും ഒരു വേറിട്ട അനുഭവം എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.